ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാഷിനെ ഫോൺ വിളിക്കുവാണ്. നിങ്ങളുടെ മൂത്ത മോൻ വിശ്വൻ ഇപ്പോൾ ജയിലിലാണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് മാഷ് നടുങ്ങിയിട്ടോ. അപ്പോഴത്തേക്കും വിനായകൻ അങ്ങോട്ടേക്ക് വന്നു. വിനായകൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ലൗഡ് സ്പീക്കറിലിട്ടു. ഹലോ സാറേ എന്നും പറഞ്ഞ് വിളിച്ചു. അതേടോ, നിങ്ങളുടെ ചേട്ടനെ സുധാകരൻ മാഷിൻ്റെ മൂത്ത മകനെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈ വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയാൻ അവൻ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പം, സാറേ നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയതാ, വിശേട്ടൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളല്ല എന്ന് വിനായകൻ പറയുമ്പം, ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നുള്ളതാണ് കേസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കും എല്ലാവരും. അപ്പോൾ ഓഫീസിൽ നിന്ന് പരാതി കിട്ടിയിട്ടുണ്ട്, ആ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാ തെളിവുകളോടും കൂടിയാണ് പിടിച്ചിരിക്കുന്നതെന്നും എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പല്ല ചുമത്തിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇത് കേട്ട് മാഷ് അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഓഫീസിലെ മാനേജറാണ് പണം ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തുവിടുന്നത്. പണം നഷ്ടപ്പെട്ടതിനെ പറ്റി ഇയാൾ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കമല നിന്ന് കരച്ചിൽ തുടങ്ങി. ഇനിയിപ്പോൾ ഇവരുടെ താഴെയുള്ള നിങ്ങൾ വിക്രം കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ ഭയങ്കര കരച്ചിൽ. ശരിയെന്ന് പറഞ്ഞ ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. പാവം വിശ്വനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അതിനകത്ത് കിടക്കും ഇതൊക്കെ കേട്ടുകൊണ്ട്. അപ്പോഴത്തേക്കും ശ്രീജ വന്നിട്ട് മാഷിനോട് പറഞ്ഞു, എൻ്റെ വിശ്വേട്ടന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛാ, ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുമ്പം അത് എനിക്കും അറിയാവും, പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നത് അവൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അല്ലേ എന്ന് മാഷ് ചോദിച്ചു. ആ മാനേജർ വിശ്വനെ ചതിച്ചതായിരിക്കുമെന്നും ഇന്നലെ രാത്രി വിശ്വൻ അതെന്നോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ശ്രീജ ഇങ്ങനെ പറയുമോ. അപ്പോൾ വേദം ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം എല്ലാവരും അന്തം പെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റർ വേദയുടെ ചേട്ടൻ ശ്രീകാന്ത് ആണെന്ന് അത് കേട്ടപ്പോഴത്തേക്കും വേദയൊക്കെ നടുങ്ങി. എല്ലാവരും ഞെട്ടി. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിനായകനെ നിൽക്കുക. അപ്പോൾ ശ്രീയേട്ടനോ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ അത് ശരി, അപ്പോൾ വൈരാഗ്യം തീർക്കാനായിട്ട് നിന്റെ വീട്ടുകാർ വിശ്വേട്ടനെ ശരിക്കും കുടിക്കാതായിരിക്കും അല്ലേടി എന്ന് നന്ദിനി ചോദിക്കുന്നു കേട്ടോ. അന്നേരം വേദയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. വേദ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമലയും ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവിടെ ജോലിയൊക്കെ ആയിട്ട് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുക. അപ്പോൾ വിക്രം ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ, നീ എന്താ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്, ജോലി ചെയ്യാൻ പറഞ്ഞു അവർ ജോസഫൊക്കെ. അപ്പോൾ ഇന്ന് എനിക്കൊരു മൂഡില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജോലി ചെയ്യാൻ മൂഡ് വരാൻ കാത്തിരുന്നാലേ നീ ഒരു കാലത്തും പണിയെടുക്കത്തില്ല എന്ന് കുഞ്ഞൂട്ടൻ പറഞ്ഞു. അപ്പോൾ ആ സജീവൻ വരുമ്പോഴേ ഇവനുമായിട്ടുള്ള പണിയായിട്ട് ഇവന് മാറ്റിയിട്ട് പണിയാൻ മൂടുള്ള വേറെ ഒരുത്തരെ ആക്കാൻ പറയാമെന്ന് പറഞ്ഞു. രാജേട്ടൻ മാറി നിന്ന് കുറച്ച് കാലം ഇവർ ഭയങ്കര ഉത്സാഹമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എല്ലാം പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും വിക്രത്തിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ ശ്രീജയാണ് വിളിക്കുന്നത്. വിശ്വേട്ടനെ പോലീസ് പിടിച്ചെന്നും പറഞ്ഞ്. എന്ത് പോലീസോ? വിശ്വേട്ടനോ? എന്താ ഈ പറയുന്നേ? ഏട്ടത്തിക്ക് എന്താ പറ്റി, എന്ത് പറയണേന്ന് ചോദിച്ചു. അപ്പോൾ അതേ വിക്രം എന്ന് പറഞ്ഞ് ശ്രീജ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ ഏട്ടത്തി ടെൻഷൻ അടിക്കില്ല, നമുക്ക് ഏട്ടൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിവരങ്ങളെല്ലാം ശ്രീജ പറഞ്ഞു. എല്ലാവരും കൂടി എൻ്റെ വിശ്വേട്ടനെ ചതിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ല ഏട്ടത്തി, ഒരു ചതിയിലും വിശ്വേട്ടനെ അകപ്പെടുത്താൻ പറ്റില്ല, ഏട്ടത്തി കരയാതിരിക്കാൻ പറഞ്ഞു വിക്രം, ഞാൻ നോക്കിക്കോളാം അല്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ എന്നിട്ട് ശ്രീജയെ സമാധാനിപ്പിച്ചു. ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എന്താടാ എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോഴേക്കും വിക്രം ഇവരോട് വിവരങ്ങൾ പറയുക. അപ്പോൾ ഇതെല്ലാം അയാളുടെ പ്ലാൻ തന്നെയാണെന്ന് അവർ പറഞ്ഞപ്പോൾ, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസ് തന്നെയാണ് അനിയൻകുട്ട. ആ കമ്പനിയുടെ മേജർ ഷെയറുകൾ വേദയുടെ സഹോദരനിലെ ആ ശ്രീകാന്ത് അവൻ്റെ കയ്യിലാണുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പണി പാലും വെള്ളത്തിൽ വെച്ചതാണല്ലേ മോനെ, നിന്നെ കുരുക്കാൻ പറ്റാണ്ടായപ്പോൾ നിന്റെ കുടുംബം കലക്കാനുള്ള പരിപാടിയാടാ എന്നിങ്ങനെ ഇവർ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാവും എന്ന് വിക്രം പറയുമ്പം, നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞു രാജേട്ടൻ. വേണ്ട, നിങ്ങളുടെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് അങ്ങ് പോണു. മൊത്തം പ്രശ്നമാണല്ലോ എന്ന് ഓർത്ത് അവരവിടെ നിൽക്കുക. അപ്പോഴേക്കും മാഷ് പോകാനായിട്ട് ഓടി ഇറങ്ങി. അപ്പോൾ കമല പറഞ്ഞു, ഞാനും കൂടെ വരട്ടെ മാഷേ എന്ന്. ഞാൻ പോയിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു മാഷ്. അപ്പം നീ ശ്രീജയെ സമാധാനിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു മാഷ് അവിടെ നിന്ന് ഇറങ്ങുക. ആ സമയത്ത് പിന്നെ വിനായക, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. വിനായകൻ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ കൂടെ വന്നു വെച്ചാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയൊരു ജോലി ഉണ്ടെന്ന് നീയല്ലേ വിശ്വനോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അത് എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയേണ്ട ഏതാണ്ടൊക്കെ മനസ്സിലായി. അത് പിന്നെ അതാ ഞാൻ തന്നെയാണ് പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ആളുകൾ ആരാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടുത്തെ മാനേജറുടെ ഫ്രണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റാണ്, അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് ആൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അറിഞ്ഞതെന്നൊക്കെ വിനായകൻ അച്ഛൻ്റെ മുന്നിൽ ഉത്തരങ്ങൾ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ വേദം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. മാഷ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. ശ്രീജയാണെങ്കിൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത്
അച്ഛൻ പോകുന്നത് നോക്കി നന്ദിനി നിന്നിട്ട് വിനയേട്ടൻ അറിയില്ല എന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവൾക്കറിയാതിരിക്കോ വിശ്വേട്ടൻ ജോലി ചെയ്യുന്നത് ഇവളുടെ ചേട്ടൻ്റെ കമ്പനിയിലാണെന്ന്? ഇനി അറിയില്ല എന്ന് മുഖത്ത് നോക്കി നുണ പറയുമായിരിക്കും ഇവള്. അപ്പം സത്യമായിട്ടും എനിക്കറിയില്ല നന്ദിനിയെടുത്തി എന്ന് വേദ പറയുമ്പം ദേ കേട്ടില്ലേ, എന്തിനാ വേദ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ വേദേ? അപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇങ്ങനെ ഒരു കമ്പനിയുമായി ശ്രീയേട്ടന് ബന്ധമുള്ളതോ അതിൻ്റെ ഷെയറുകൾ വാങ്ങിയിട്ടുള്ളതായിട്ടോ എനിക്കറിയില്ലായിരുന്നു എന്ന് വേദ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും അല്ലേ എന്ന് നന്ദിനി ചോദിക്കുവാണ്. ഇവൾ എന്ത് ചെയ്താലും ന്യായീകരിക്കുന്ന ഉത്താശ ചെയ്യുന്നതും ശ്രീചേട്ടത്തി ആയിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ ശ്രീചേട്ടത്തിക്ക് തന്നെ പണി കിട്ടിയല്ലോ അല്ലേ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ശ്രീജ നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ, ശ്രീചേട്ടത്തി ദേ ഇങ്ങനെ ഒരു നീക്കം എനിക്ക് അറിയില്ലായിരുന്നു ശ്രീചേട്ടത്തി, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വേട്ടനോട് ചോദിക്കായിരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞാലും നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം എന്നാണോ വേദയെന്ന് നന്ദിനി. അപ്പോൾ ഇവള് പകയും മനസ്സിൽ വെച്ചാണ് കയറി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും ശ്രീചേട്ടത്തിക്കും വിശ്വാസമായിരുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നൊക്കെയാണ് നന്ദിനി ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കും ഇവർക്ക് പാകം വിക്രമനോട് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരോടും കൂടിയാണെന്നൊക്കെ പറഞ്ഞ് നന്ദിനി അങ്ങ് ഭയങ്കരമായിട്ട് കിടന്ന് അങ്ങ് ഉറഞ്ഞു. ഞാൻ ഈ കുടുംബത്തിന് ദ്രോഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തെന്ന് നന്ദിനിയെടുത്ത് ഈ പറയുന്നതെന്ന് ചോദിച്ചു വേദ. ആ കമ്പനിയിൽ വിശ്വേട്ടനെ ജോലിക്ക് നിർബന്ധിച്ച് വിട്ടത് ഞാനാണോ എന്ന് ചോദിച്ചു. അതോ വിനായകൻ ചേട്ടനാണോ? ആരാണെന്നും വേദ ചോദിക്കുക. അന്നേരത്തേക്കും അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്കൊന്നും അറിയാൻ മേല, ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് വിനായകൻ ഇങ്ങനെ പറയുമോ. അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കവും ഒക്കെ ആയി. ദേ നിങ്ങളിതെല്ലാം മനസ്സിൽ വെച്ച് മനസ്സിലാക്കി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വേട്ടനെ ചതിക്കുഴിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരി, ഇപ്പം ആദ്യ പ്രതിയായോ എന്ന് നന്ദിനി ചോദിക്കുക വേദയോട്. ഞങ്ങൾക്ക് വിശ്വേട്ടനോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ നേരത്തേക്കും പറയൂ കേട്ടോ നമ്മുടെ നന്ദിനി. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിൻ്റെ ആവശ്യമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് വേദ പറയുക. അപ്പോൾ കമല ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും. ശ്രീജയാണെ ഭയങ്കര കരച്ചിൽ. വിശ്വേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ ഒരു ട്രാപ്പ് ഉണ്ടെന്നുള്ളത് തന്നെയാണെന്നുള്ള കാര്യം വേദ പറഞ്ഞു. ആ കെണി ഒരുക്കാൻ ആരൊക്കെ ചേർന്നാണ്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണം, ഇതൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനും ഈ നാട്ടിൽ ഒരു സംവിധാനം ഉണ്ടെന്നുള്ള കാര്യം വേദ നന്ദിനിയോടും വിനായകനോടും പറയുക. കമല അന്തം വിട്ട് വാ പൊളിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. വേദ എന്നിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ ചെയ്യാത്ത തെറ്റിന് വിശ്വേട്ടന് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല എന്ന് വേദ അതെൻ്റെ വാക്കാണെന്ന് പറഞ്ഞ് നെഞ്ചത്ത് പിടിച്ച് സത്യം ചെയ്യുക. അമ്മയും ശ്രീചേട്ടത്തിയും ധൈര്യമായിട്ട് ഇരുന്നോളാനും വേദ പറഞ്ഞിട്ട് വേദ അകത്തേക്ക് കയറിപ്പോയി. വേദ അകത്തേക്ക് കയറിപ്പോയപ്പോൾ കമല ചെന്ന് ശ്രീജയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നന്ദിനി വിനായകനെ വിളിച്ച് പുറത്തേക്ക് നിർത്തിയിട്ട് അതെ ഇങ്ങനെ ഒരു കാര്യം ആ കമ്പനിയിലുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ലടി. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് വന്നാൽ ഇപ്പോഴും ഞാൻ എടുത്തിട്ട് അലക്കിയതിൻ്റെ ഇരട്ടി എല്ലാവരും കൂടി എന്നെ എടുത്തിട്ട് അലക്കും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു കുഴപ്പവും വരത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു വിനായകൻ. അങ്ങനെ ഇവരതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് മാഷ് പോലീസ് സ്റ്റേഷനിലെത്തി. ഒപ്പം വിക്രവും വന്നു. വിക്രത്തെ കണ്ടപ്പോഴത്തേക്ക് മാഷിന് ദേഷ്യം വന്നു. മാഷ് എന്നിട്ട് ആദ്യം അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ പോലീസുകാരെല്ലാം കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ വിളിച്ചു. അപ്പോഴത്തേക്കും വിക്രവും പിന്നാലെ കയറി വന്നു. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും വിശ്വന് ഭയങ്കര സന്തോഷമായി, അദ്ദേഹം വന്നല്ലോ. അപ്പോൾ മകൻ ജയിലിൽ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സഹിച്ചില്ല മാഷിന്. അപ്പോൾ എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ? എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അകത്ത് സാറിനോട് ചോദിക്കാതെ പറ്റത്തില്ല എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു. അങ്ങനെ ആരാളോ പുറത്ത് എന്ന് കോൺസ്റ്റബിൾ ചെന്നപ്പോഴത്തേക്കും ഈ SI ചോദിച്ചു. അപ്പോൾ ആ വിശ്വത്തിൻ്റെ അച്ഛനും അനിയനും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെത്തിയോ? ഒരു കാര്യം ചെയ്യാം, അവനെ കണ്ട് സംസാരിച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു ഇയാൾ പോയി. അതിനുശേഷം മറ്റേ കോൺസ്റ്റബിൾ എന്ന് വിശ്വത്തിനോട് സംസാരിച്ചോളാൻ ഇവരോട് പറഞ്ഞു. ഇവർ എന്ന് വിശ്വത്തിനോട് ചോദിക്കുമായിരുന്നു. അപ്പം അച്ഛൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിക്കണമെന്നൊക്കെ വിശ്വൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പം ഏട്ടൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം, അത് ഈശ്വരന് പോലും അറിയാവുന്ന കാര്യമല്ലേ, വിശ്വേട്ടൻ ഇത് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പല്ലേ എന്ന് വിക്രം ഇങ്ങനെ വിശ്വനോട് പറയൂ കേട്ടോ. അപ്പോഴേക്കും മാഷ് വിക്രത്തെ ഒരു നോട്ടം, അതുകൊണ്ടൊന്നും വെറുതെ കാര്യമില്ലല്ലോ, എനിക്ക് പേടിയാവുകടാ എന്നൊക്കെ വിശ്വൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പം ധൈര്യമായിട്ട് ഇരിക്കും വിശ്വേട്ടാ, ഒന്നും സംഭവിക്കില്ല എന്ന് വിക്രം പറഞ്ഞു. കുറ്റം ചെയ്യാത്തവന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്താ ശരിക്കും ഉണ്ടായത് അത് പറയാൻ പറഞ്ഞു വിക്രം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ വിക്രം പറയാം. അപ്പോൾ അയാൾ മനഃപൂർവ്വം എന്നോട് ചെയ്തതാണ്. 3.5 മാസം മുൻപ് ആ കമ്പനി മറ്റൊരാൾ വാങ്ങിയെന്നും അറിയും. അപ്പോൾ ആരാ വാങ്ങിയത്? അത് ശ്രീകാന്താണെന്ന് പറഞ്ഞു.
അത് അറിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാറുന്നില്ലേ എന്ന് മാഷ് ചോദിക്കും. അപ്പോൾ മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നത് അച്ഛാ, ഈ ജോലി കൂടി കളയാൻ വയ്യാത്തത് കൊണ്ടാണ് പറയാതിരുന്നതെന്ന് വിശ്വം പറഞ്ഞു. അതുമാത്രമല്ല, എന്നോട് അങ്ങനെ വൈരാഗ്യവും ദേഷ്യവും ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവസാനം തന്ന പണി കണ്ടില്ലേ എന്ന് വിക്രം ചോദിക്കാം. കള്ളക്കേസിൽ കുടുക്കി ഉള്ളിലാക്കിയില്ലേന്ന് ചോദിച്ചു. എനിക്കിനി ഇവിടെ കിടക്കാൻ വയ്യ വിക്രം, എനിക്ക് വയ്യ, എന്തെങ്കിലും ചെയ്തതിനെ പുറത്തിറക്കാൻ നോക്കാനായിട്ട് വിശ്വൻ വിക്രത്തോട് പറയുക. അപ്പം മാഷ് സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പേടിക്കാതിരിക്കെ, ഞാനൊന്ന് ഇൻസ്പെക്ടറോട് സംസാരിക്കട്ടെ എന്ന് വിക്രം പറഞ്ഞു. അയാളാണേ മുടിഞ്ഞ കലിപ്പുമായിട്ട് അതിനകത്തിരിക്കുക. വിക്രത്തിൻ്റെ വലം കൈയല്ലേ അയാൾ വിശ്വത്തെ വിടുവോ? അത് ഇവർക്കറിയാം. എങ്കിലും ഒരു മനസമാധാനം. അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ മാഷിനെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുക. പനിയും ഗുണ്ടായിസം, ചേട്ടൻ മോഷണം, ഇനി അച്ഛനെന്താണ് ആ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇയാൾ വലിയ ആൾ കളിക്കുമ്പം സാറേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു വിക്രം. നിർത്തടാ, വായടക്കടാന്ന് പറഞ്ഞുകൊണ്ടായി SI. ഇവിടേക്ക് വന്ന് നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുവാണോ ചോദിക്കുമ്പോൾ വിക്രം എന്ന് അച്ഛൻ ഇങ്ങനെ വിക്രത്തോട് പറഞ്ഞു. എന്നിട്ട് സാർ, അവനൊരു പാവമാണെന്നും അവനൊരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് മാഷ് ഇയാളോട് പറയുകയാണ്. അവനെ ആരോ ചതിച്ചതാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് പരാതി കിട്ടി, അതുപ്രകാരം പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, ഇനി കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം നൽകുകയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ വന്ന് വാദിക്കുകയോ ജാമ്യം എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ചെല്ലാൻ നോക്കും. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഇനി ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് പരാതി തന്നത് ശ്രീകാന്ത് സാറാണ്. നിങ്ങൾ അവരെ കണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ അദ്ദേഹം കേസ് പിൻവലിച്ച് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്കും ആ രീതിയിൽ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് SI പറഞ്ഞവരെ കൈ കഴുകി അങ്ങ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് മാഷ് പുറത്തേക്ക് ചെന്നപ്പോൾ മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എത്ര ഫലമുള്ളതാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞ മരം അത് വെട്ടിക്കളയണമെന്ന കാര്യം പറയാം മാഷ്. നട്ടു വളർത്തിയതല്ല എന്ന് കരുതി അച്ഛൻ അത് ചെയ്തില്ല എന്ന കാര്യം പറയുക കേട്ടോ. പിന്നെ അതിൻ്റെ ഫലമാണ് നീയും ഇപ്പം അനുഭവിക്കുന്നത് എന്ന് മാഷ് അത് വിക്രത്തെ കൊള്ളിച്ചാ പറയുന്നത്. വിക്രത്തിനത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ അറിയില്ല വിശ്വം എന്ന് മാഷ് വിശ്വത്തിനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുക. അച്ഛൻ നോക്കട്ടെ എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് വെച്ച പണിയാണ് വിശ്വേട്ടാ, പക്ഷേ അതിൽ വിശ്വേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, വിശ്വേട്ടൻ ഇതിൽ കിടക്കേണ്ടി വരില്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ വിശ്വേട്ടനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുമെന്നും പറഞ്ഞു വിക്രം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ ഇവരെല്ലാവരും കൂടെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാഷും വിക്രവും കൂടെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും അവർ ഓടി ഇറങ്ങി വന്നു മാഷിനെ കണ്ടപ്പോഴത്തേക്കും. മാഷേ എന്തായി, അവനെ കണ്ടോ മാഷേ, ശരിക്കും അവനെ അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ച്. കമ്പനി നേരിട്ട് പരാതി കൊടുത്തതല്ലേ കമലാക്കാം, അത് അറസ്റ്റ് ചെയ്യണ്ടാവാതിരിക്കുമോ എന്ന് മാഷ് അന്നേരം ചോദിക്കുക. പാവം, ജീവിതത്തിൽ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറിയതല്ലേ, പേടിച്ച് വിറച്ച് നിലവിളിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുക നമ്മുടെ അച്ഛനെ. അപ്പോഴേക്കും ഇവർക്ക് ആകെ കരച്ചിലും ഒക്കെ ആയി. വിനായകൻ അന്നേരം തലയും കുനിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക, ഇവരുടെ ഇത് മുഖത്ത് നോക്കാൻ കഴിയാതെ. ഇവളോടുള്ള ദേഷ്യം കൂടി ആ ഇൻസ്പെക്ടർ വിശ്വത്തിനോട് തീർക്കുമെന്ന് എൻ്റെ പേടി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മാഷ് അന്നേരം പറഞ്ഞു. വേദയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുമായി. അപ്പോൾ ചെയ്യാത്ത തെറ്റിന് ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടുണ്ടോ അച്ഛാ എന്ന് ശ്രീജ ചോദിച്ചു. വിശ്വേട്ടനെതിരെ ആ കമ്പനി കള്ളത്തലവുണ്ടാക്കിയതാ, എനിക്കത് ഉറപ്പാ എന്നൊക്കെ പറയുമ്പം എന്തിനാ ആ കമ്പനിയിൽ തന്നെ ജോലിക്ക് പോയി ചേർന്നത് ശ്രീജേടത്തി, നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ ഇവരുടെ വീട്ടുകാരത് മുതലെടുക്കുമെന്ന് അറിഞ്ഞുകൂടായിരുന്നോ എന്ന് വിക്രം അന്നേരം ചോദിച്ചു. അപ്പോൾ 3-4 ദിവസം മുൻപാ വിശ്വേട്ടൻ പോലും ആ കാര്യം അറിഞ്ഞതെന്നും ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല വിക്രം, പക്ഷേ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും പറയുക നമ്മുടെ ശ്രീജ. അപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പം ആ സ്ഥലം ഏതാണ്, മാനേജ്മെൻറ്റ് ആരാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ, അത് അന്വേഷിക്കാതെയാണ് ജോലിക്ക് ചേരുന്നത്. ജോലിക്ക് ജോയിൻ ചെയ്ത സ്ഥലത്തെ പറ്റി ഒരു ധാരണയില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തേക്കും വിനായകൻ ഇങ്ങനെ നോക്കുക, നന്ദിനി എന്നേരം വിനായകനെ നോക്കുക. വിശ്വേട്ടൻ്റെ കാര്യം അറിഞ്ഞൂടെ, അങ്ങനൊരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് മാനേജറോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിനായകനാ പറഞ്ഞതെന്നുള്ള കാര്യം ശ്രീജ പറയുമ്പോഴത്തേക്കും അയ്യോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിനായകൻ നിൽക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ വിനായകൻ പറയുമ്പോൾ അതിൽ സംശയിക്കേണ്ട കാര്യമുണ്ടോ വിക്രം എന്ന് ചോദിച്ചു ശ്രീജ. അയ്യോ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല വിക്രം, ഒരു ക്ലയൻറ്റ് പറഞ്ഞാണ് ഇങ്ങനെ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പോലും. കൊച്ചിയിലുള്ള ഒരു സേട്ടുവിൻ്റെ കമ്പനിയാണെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതായിരുന്നു, പക്ഷേ വിശ്വേട്ടൻ ജോയിൻ ചെയ്യുന്നതിന് 1 മാസത്തിന് മുൻപ് അത് ശ്രീകാന്ത് വാങ്ങിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ വിക്രം പറയുക. അപ്പോൾ വേദം ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ്. ഇനി സംസാരിക്കാനുള്ളത് അവനോടാ, അപ്പോൾ ഇവളുടെ ചേട്ടനോടാണെന്നിങ്ങനെ പറയുമ്പോൾ മാഷ് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു വിക്രത്തോട്.
നീ ചെന്ന് പറഞ്ഞ പാടെ അയാളെ കേസ് പിൻവലിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വേട്ടൻ ഈ കേസിൽ നിരപരാധിയാണല്ലോ അച്ഛാ, മനഃപൂർവ്വം അയാൾ വിശ്വേട്ടനെ ചതിച്ചതാ. അപ്പം ആയിരിക്കാം, പക്ഷെ അതിന് കാരണം ആരാണെന്ന് പറ, നീയല്ലേ എന്ന് മാഷി ചോദിച്ചു. അങ്ങനെ മാഷ് വിക്രത്തെ കുറ്റപ്പെടുത്തുക. ഇതിനെല്ലാം കാരണം ഒറ്റ കാരണം നീ മാത്രമാണ്. നീ ഇപ്പോൾ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നന്ദിനി കയറി വിക്രത്തെ സപ്പോർട്ട് ചെയ്തു. നീ കൂടുതൽ സംസാരിക്കേണ്ട നന്ദിനി, നീ എന്തിനാണ് വിക്രത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് അറിയാവുന്ന ഇങ്ങനെ മാഷ് നിരം പറഞ്ഞു. ഈ സംഭവം സംഭവിച്ച ഞാൻ കാരണമാണെങ്കിലും അത് തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പം മതി, നിന്റെ ഉപകാരമൊന്നും വേണ്ട, നിന്റെ രീതിയിലുള്ള ഇടപെടലുകൾ ഇനിയെങ്കിലും നിർത്താൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ അവനെ വഴക്ക് പറയാൻ നിൽക്കണ്ട, വിശ്വത്തെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളാരും അതോർത്ത് ആലോചിച്ച് വിഷമിക്കേണ്ട, വിശ്വനെ പുറത്തിറക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു നമ്മുടെ വേദ അവിടെ അങ്ങനെ നിൽക്കുന്നു ഉറച്ച തീരുമാനത്തോടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ